ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു another എപ്പിസോഡ് ഓഫ് നത്തിങ് സ്പെഷ്യൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിനിമ റിവ്യൂ ആണ്. ഫെമിനിച്ചി ഫാത്തിമ. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതിൻ്റെ ഡയറക്ടറായ ഫാസിൽ മുഹമ്മദിന്, ബാക്കിയുള്ള അണിയറ പ്രവർത്തകർക്കും, പിന്നെ ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കാൻ ധൈര്യം കാണിച്ച തന്നെ പറയണം. ധൈര്യം കാണിച്ച ദുൽഖർ സൽമാനും വേഫ്ലർ ഫിലിംസിന് ഒരു ബിഗ് സല്യൂട്ട്. ഒരു പ്രത്യേക സാമൂഹിക ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീ അനുഭവിക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ആകെ ഒരു മണിക്കൂറും കുറച്ച് 40 മിനിറ്റിന്റെ അടുത്ത് ഈ സിനിമയില്ലു. എങ്കിലും ആ ചുരുങ്ങിയ സമയം കൊണ്ട് അതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിന്റെയും ഒരു മൈൻഡ് സെറ്റ് പ്രേക്ഷകനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഡയറക്ടർക്ക് പറ്റിയിട്ടുണ്ട്. ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ ക്യാരക്ടർ അനുഭവിക്കുന്ന, നമ്മുടെ മെയിൻ ക്യാരക്ടർ നായിക അനുഭവിക്കുന്ന കുറെ പ്രശ്നങ്ങളെ കുറിച്ച് ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും സിനിമ കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ സ്ത്രീന്റെ ഒരു പ്രശ്നത്തിലാവുന്നു. പ്രശ്നം എന്നൊക്കെ പറയുന്ന സമയത്ത് ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നതെന്നും ആരും വിചാരിക്കണ്ട. കാരണം ആ സ്ത്രീ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിനെ കുറിച്ച് കാണിക്കുന്നുണ്ടെങ്കിലും അത് ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടും എല്ലാവർക്കും ഈസിലി കൺവിൻസബിൾ ആയിട്ടും ചെറിയ ചെറിയ ഫൺ മൊമെന്റ്സിലേക്കൂടെയൊക്കെയാണ് ഈ സിനിമ പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ക്യാരക്ടറിനെയും അതിലുള്ള ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെയും ആകെ ഒരു 5-8 ക്യാരക്ടേഴ്സ് മാത്രമേ ഈ സിനിമയിലുള്ളൂ. പക്ഷെ എല്ലാവരും അതിന്റെ ആ ചെയ്തിട്ടുള്ള ആക്ടേഴ്സ് എല്ലാവരും അത്ര അടിപൊളിയായിട്ട് തന്നെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടർ ചെയ്ത് പോർട്രേ ചെയ്ത് വെച്ചിട്ടുള്ളത്. കുറെ ആൾക്കാർ ഈ സിനിമയുടെ പേര് കേട്ടിട്ട്, പിന്നെ അതുപോലെ ഇത് ഫിലിം ഫെസ്റ്റിവലിൽ കളിച്ച സിനിമ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട് കുറെ ആൾക്കാർ ഈ സിനിമ കാണാതെ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ഇപ്പം വലിയ ബിഗ് സിനിമയായ കാന്താരയൊക്കെ തിയേറ്ററിൽ ഉണ്ടല്ലോ, അപ്പം എല്ലാവരും ഈ സിനിമ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് മലയാളി പ്രേക്ഷകരോട് ഒന്നേ പറയാനുള്ളൂ, ഇത്ര അടിപൊളിയായിട്ടുള്ള ഒരു സിനിമ തിയേറ്ററിൽ വന്നിട്ട്, ഇത്ര സാമൂഹിക പ്രസക്തിയുള്ള ഒരു സിനിമ തിയേറ്ററിൽ വന്നിട്ട് നമ്മൾ ഒരിക്കലും ഇത് മിസ്സാക്കരുത്. ഒരു സീരിയസ് ടോപ്പിക് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നെങ്കിലും പക്ഷെ ഭയങ്കര ചില ഫൺ മൊമെന്റ്സിലേക്ക് കൂടി അങ്ങനെയാണ് ഈ സിനിമ കടന്നു പോകുന്നത്. അതുകൊണ്ട് ആരും തന്നെ ഈ സിനിമ ഒരിക്കലും മിസ്സാക്കരുത്. തിയേറ്ററിൽ നമ്മൾ മാക്സിമം തിയേറ്ററിൽ തന്നെ പോയിട്ട് ഈ സിനിമ കാണാൻ വേണ്ടി ശ്രമിക്കണം. എനിക്ക് തന്നെ തിയേറ്ററിൽ പോയ സമയത്ത് ആകെ കുറച്ച് ആൾക്കാരെ എല്ലു ഈ സിനിമ ക്യാൻസൽ ആക്കുമെന്ന് ഉള്ള പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഏകദേശം ലാസ്റ്റ് ആയ സമയത്ത് ഒരു 10 പേര് വന്നുകൊണ്ട് അവർ ഈ സിനിമ കളിക്കാൻ തയ്യാറായി. അപ്പം ഈ സിനിമ പെട്ടെന്ന് തിയേറ്ററിൽ നിന്ന് പോകുന്നതിന് മുന്നേ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക. കാരണം ഇത് വിജയിക്കേണ്ട ഒരു സിനിമയാവും. വെറുതെ ഞാൻ കണ്ടു കളയേണ്ട ഒരു സിനിമയല്ല. ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമില്ല കാര്യം ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയാവും. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.